ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഓശാന ഞായർ ദിവസം പള്ളികളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയാണ്. അതിലേക്ക് പ്രാർത്ഥന ശുശ്രൂഷ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിൽ തിരുനാൾ ആഘോഷ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം തൃശ്ശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിലാണ്. അദ്ദേഹം മറ്റു പള്ളികളിലേക്കും സന്ദർശനം നടത്തുന്നുണ്ട്. എത്തിയത് ഇന്നത്തെ ഓശാന തിരുനാൾ ചടങ്ങുകളിലും മറ്റ് ഔദ്യോഗിക ചില പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ പരിപാടിയാണ് റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിലെ ഓശാന തിരുനാൾ ആഘോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിലെ ഓശാന തിരുനാൾ ആഘോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ കഴിഞ്ഞ വർഷവും അദ്ദേഹം ഇതേ പള്ളിയിലെ തന്നെ ഈ തിരുനാൾ ആഘോഷത്തിൽ ഓശാന ആഘോഷത്തിൽ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇത്തരത്തിൽ കുരുത്തോലകളുമായി ഇവിടുത്തെ ആഘോഷങ്ങളുടെ എല്ലാം ഭാഗമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു പള്ളികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹം മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഈ തിരുനാൾ ആഘോഷങ്ങളിലടക്കം പങ്കെടുക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ പുരോഹിതരെയും മറ്റ് ആളുകളെയും എല്ലാം തന്നെ കണ്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ സാധാരണ ഗതിയിലുള്ള കുശലാന്വേഷണവും എല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഭാഗമാവുകയാണ്. ആരാധന പ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഭാഗമാകുന്നു. സാധാരണക്കാരിൽ ഒരാളായിക്കൊണ്ട്, വിശ്വാസികളിൽ ഒരാളായിക്കൊണ്ട് വിശ്വാസികൾക്കിടയിലാണ് അദ്ദേഹം നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടികളെല്ലാം തന്നെ വീക്ഷിക്കുന്നത്. ആദ്യം ഇവിടേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയിരുന്നു. യേശു ക്രിസ്തുവിൻ്റെയും അവരുടെ അനുയായികളുടെയും എല്ലാം വേഷം ധരിച്ചിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. പിന്നീട് ഈ പരിപാടി നടക്കുന്ന മുന്നിലേക്ക് എത്തി വൈദികരുടെ ഒരു ആദരവും അല്ലെങ്കിൽ വൈദികരുടെ ഒരു സ്വീകരണവും അദ്ദേഹം ഏറ്റുവാങ്ങി. പിന്നീട് പുറകുവശത്തേക്ക് ഏറ്റവും പുറകിലേക്ക് വിശ്വാസികൾക്കിടയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അവിടെയാണ് നിലയുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഓശാന തിരുനാൾ പരിപാടിയിൽ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, അവിടെ എന്താണ് വിശേഷങ്ങൾ? ദേവമാതാ കത്തീഡ്രലിൽ ശുശ്രൂഷ നടപടികൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. സെൻറ്റ് വിൻസെൻ്റ് ചർച്ചിൽ നിന്നായിരിക്കും ഈ കുരുത്തോല പ്രദക്ഷിണം ആരംഭിക്കുക. അതിന് മുഖ്യ കാർമ്മികത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് അതിരൂപതയായി ഉയർത്തിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രഖ്യാപനം നടന്നത്. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ഓശാന ഞായറാണ്, അല്ലെങ്കിൽ ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാനുള്ള ചടങ്ങുകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളൊക്കെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വർഗീസ് ആലഞ്ചേരി, ഈ കോഴിക്കോട് രൂപതാ ബിഷപ്പായിരുന്ന വർഗീസ് ആലഞ്ചേരിയാണ് ഈ ശുശ്രൂഷാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ഒരാഴ്ചക്കാലം ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വാരാചരണത്തിൻ്റെ ദിവസമാണ്. ഈ ഞായർ മുതൽ അടുത്ത ഈസ്റ്റർ വരെയുള്ള കാലങ്ങളിൽ പ്രാർത്ഥനകളും പള്ളി സന്ദർശനങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ക്രൈസ്തവ വിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക.
ഇവിടെ നിന്നാണ് ഈ സെൻറ്റ് വിൻസെൻ്റ് ചർച്ചിൽ നിന്നാണ് കുരുത്തോല പ്രദക്ഷിണം ആരംഭിക്കുക. കർത്താവായ യേശു ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് വന്നതിൻ്റെ ഓർമ്മ പുതുക്കൽ ദിനമായിട്ടാണ് ഈ ഓശാന ഞായർ ഈ ക്രൈസ്തവ വിശ്വാസികൾ കൊണ്ടാടുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ ദിവസവും ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ഓരോ ദിവസവും പ്രാർത്ഥനകളുമായി പള്ളി പരിചരണവും അല്ലെങ്കിൽ പള്ളി വൃത്തിയാക്കലും ഒക്കെ ആയിട്ടായിരിക്കും ക്രൈസ്തവ വിശ്വാസികൾ കടന്നു പോവുക. അല്പസമയം മുമ്പ് തന്നെ മാർ വർഗീസ് ജോർജ് ആലഞ്ചേരി മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കർത്താവായ യേശു ദൈവമായിരുന്നിട്ട് പോലും എന്തിനാണ് ഇത്തരത്തിലൊരു മരണം വരിച്ചത് എന്നതിനെ പറ്റി ചിന്തിക്കാൻ എല്ലാ ജനങ്ങളും എല്ലാ വിശ്വാസികളും തയ്യാറാവണം. യേശുവിന് മരണം വരിക്കേണ്ടതില്ലായിരുന്നിട്ട് കൂടി അദ്ദേഹം അത് ചെയ്തല്ലോ. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഊന്നിയുള്ള ജീവിതമായിരിക്കണം എല്ലാ ആളുകളും നയിക്കേണ്ടത്. എല്ലാ ജനങ്ങളും സ്നേഹത്തിൽ ഊന്നിയുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്നൊരു കാര്യമാണ് അദ്ദേഹം ഈ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭരണകർത്താക്കൾക്കുള്ള ചില നിർദ്ദേശങ്ങളും അദ്ദേഹം വയ്ക്കുകയുണ്ടായി. എന്തായാലും നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന് അറിയാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രദ്ധ എല്ലാ ഭരണകർത്താക്കൾക്കും ഉണ്ടാവണം. ഒരുപക്ഷെ അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ കാണാതെ പോകുന്നു അല്ലെങ്കിൽ മറന്നു പോകുന്നു. അത്തരം കാര്യങ്ങൾ ഓർത്തെടുക്കാനും അല്ലെങ്കിൽ കാണുവാനുമുള്ള ഒരു ശ്രദ്ധ ഭരണകർത്താക്കൾക്ക് ഉണ്ടാവണമെന്നൊരു സന്ദേശം കൂടെ ഈ ഭരണകൂടത്തിന് അദ്ദേഹം നൽകുന്നുണ്ട്. നമ്മുടെ സമകാലിക സംഭവങ്ങളുമായി ഓർത്തെടുത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട്.